ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക അഭിനയിച്ച കൊടുമൽ പോറ്റിയായിട്ട് പകർന്നാടിയ ഭ്രമയോ എന്ന സിനിമ ഈ മാസം 12-ാം തീയതി ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശനം നടത്തി. നിങ്ങൾ അറിഞ്ഞല്ലോ? ഏവരും അറിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിഞ്ഞ് കാണും. കാരണം അതിനകത്ത് ഒരു ലേഡി, അതൊരു മദാമ അവിടുന്ന് മൈക്കിൽ കൂടെ സംസാരിക്കുന്ന വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അന്നേരം ഒന്നിനെ കാണിച്ചു തരാം. കാണ്. ഓക്കെ, കൺ കുളിർന്നേ കാണ്. Of the menacing Lord Koduman Poti, played by Bollywood legend Mammootty. And felled by the men. കണ്ടോ? ആ സ്ത്രീ അവിടുന്ന് മമ്മൂക്കയെ കുറിച്ച് അതിസംബോധന ചെയ്ത് സംസാരിച്ചെന്ന് മനസ്സിലായോ? കൊടുമൽ പാറ്റേ. മെഗാസ്റ്റാർ മമ്മൂട്ടിന്നോ അല്ലെങ്കിൽ മമ്മൂട്ടിന്നോ അല്ല അവർ പറഞ്ഞേ. ഖടുമൽ പോറ്റി എന്ന ആ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മോളിവുഡ് ലെജൻഡ് മമ്മൂട്ടി എന്നാണ് ആ സ്ത്രീ അവിടുന്ന് മൈക്കിൽ കൂടെ പറയാൻ. അത് പറയും അവിടെ നിന്നല്ല ഒന്നടങ്കം കൈയടിച്ച് കരഘോഷമായിരുന്നു. ആ സ്ത്രീയും കൈയടിക്കുന്നുണ്ട്. ആ മൈക്കൂടെ സംസാരിച്ച സ്ത്രീയും കൈയടിക്കുന്നുണ്ട്. കരഘോഷമായിരുന്നു. അതാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി, ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ. മലയാള സിനിമ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശനം നടത്തുന്നത്. മലയാള സിനിമ മാത്രമല്ല, ഇന്ത്യൻ സിനിമ. മലയാളത്തിലല്ല ആദ്യമായിട്ട്, മലയാളത്തിൽ നിന്ന് ഇന്ത്യനും ആദ്യമായിട്ടാണ്. അത് മമ്മൂക്കയുടെ സിനിമയിലോടാണ്. അത് മതി മമ്മൂക്കയ്ക്ക്. വേറെ എന്നാണ്? ഓസ്കാർ വരെ, സായികുമാർ വരെ മമ്മൂക്കയെ കുറിച്ചും മമ്മൂക്കയുടെ സിനിമയെ കുറിച്ചും പോയിരുന്നു. പിന്നെ എന്നാ വേണം? ഇതിൽ കൂടുതൽ വേണം? മമ്മൂക്കയ്ക്ക് ക്യാഷിനോടല്ലേ ആർത്തി, മമ്മൂക്കയ്ക്ക് സിനിമയോടാണ് ആർത്തി. അതാണ് മമ്മൂക്ക ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഇങ്ങനെയുള്ള വലിയ വലിയ സ്ഥലത്ത് പ്രദർശനങ്ങൾ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സിനിമയുടെ ആർത്തി കൊണ്ടാണ്. അല്ല മമ്മൂക്കയ്ക്ക് 100 കോടിയില്ല, 200 കോടിയില്ല, 300 കോടിയില്ലെന്ന് പറയാൻ ഇത്ര പറയാനുള്ളൂ. മമ്മൂക്കയ്ക്ക് നല്ല പടങ്ങൾ ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തിക്കുക, ആ പടത്തെ പ്രശംസിക്കുക, അത്രേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അല്ലാതെ ക്യാഷിനോടൊന്നുമില്ല. ക്യാഷൊക്കെ ഇഷ്ടംപോലെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനും ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടുപേരും ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സിനിമയിൽ 100 കോടി 200 കോടി മേടിക്കുന്ന കാര്യമില്ല. പിന്നെ മമ്മൂക്കയുടെ സിനിമയ്ക്ക് 100 കോടി ഇല്ലെന്ന് പറയാൻ വേണ്ടി ഒരു കാര്യമുണ്ട്. മമ്മൂക്കയുടെ സിനിമകൾക്കൊക്കെ എന്തായാലും മുടക്കുമതി കിട്ടുന്നുണ്ട്. അത് പ്രൊഡ്യൂസർ ആരായാലും അവരുടെ പോക്കറ്റ് കീശ കാലിയാകുന്നില്ല. അവർക്ക് കിട്ടാനുള്ള അവർക്ക് കിട്ടുന്നുണ്ട്, ലാഭം കിട്ടുന്നുണ്ട്. അത് മതി നമുക്ക്. 100 കോടി 200 വേണ്ട. പിന്നെ ഇതുപോലെ നല്ല പടങ്ങൾ ചെയ്ത് ഇങ്ങനെ ലോകത്തെത്തിക്കുക, 10 പേരെ അറിയുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും മുടക്കുന്ന പ്രൊഡ്യൂസറിന് നഷ്ടം ഉണ്ടായത് ആ നഷ്ടം ഉണ്ടാകാതിരിക്കാണ്ട് നമുക്ക് നോക്കുന്നുണ്ട്. അത് മതി. ആ നഷ്ടം ഉണ്ടായ അടുത്ത പടം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ ചരിത്രമുണ്ട്. കൊടുമൽ പോറ്റിയായി മമ്മൂക്ക പകർന്നാടിക്കുകയാണ്. ആ ക്യാരക്ടർ ഇന്ത്യൻ സിനിമ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ആര് ചെയ്താലും കുളവും. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനൊക്കെ വേറൊരാളെ ചെയ്ത് കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. അതൊക്കെ കോമഡി ആയി പോകും. നമുക്ക് അത് സൂക്ഷ്മതയോടെ ശ്രദ്ധയോടാണ് ചെയ്യുന്നത്. അതാണ് കഴിവ്. അതുകൊണ്ടല്ലേ ലോകം മൊത്തം ഇപ്പൊ കൊടുക്കുന്നത് ആ പടത്തെ കുറിച്ച്, ആ ക്യാരക്ടറെ കുറിച്ച് കൂടുതലും കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് നിങ്ങൾ തകർക്ക്. അടുത്ത പടത്തിന് വേണ്ടിയാണ് വെയിറ്റിംഗ് ആണ്.